students, welcome back to online class. I hope all of you are well prepared in our last theorem section. In the last class we discussed about our quadrilateral chapter and our important section properties of parallelogram. We studied 8 theorems, 8 important theorems. Okay, all of you well known that 8 theorem clear ആയിട്ട് അറിയാമല്ലോ. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൂഫ്. സ്റ്റഡി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൂഫ്. തിയറം നമുക്ക് പല രീതിയിലും പ്രൂവ് ചെയ്യാം, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാൻ പാടില്ല. ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, പ്രൂഫ് അതിനോടൊപ്പം തന്നെ പഠിക്കുക. ആ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഗിവൺ ടു പ്രൂവ്, കൺസ്ട്രക്ഷൻ, പ്രൂഫ്, അങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. സോ നമ്മൾ പ്രോബ്ലം സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ തിയറംസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഓർമ്മ വേണം. For a parallelogram, what is our first theorem? The diagonal divides it into two congruent triangle. Next, for a parallelogram, opposite sides are equal. The converse, a quadrilateral having opposite sides are equal, then it is a parallelogram, and so on. Parallelogram diagonal bisect ചെയ്യുന്നുള്ള theorem, reverse a quadrilateral bisect ചെയ്ത parallelogram ആവുന്നുള്ളത്, opposite angle base ചെയ്തിട്ടുള്ളത്, അങ്ങനെ എല്ലാ തിയറംസും കൃത്യമായി പഠിച്ചിരിക്കണം. നമ്മൾ പ്രോബ്ലം സെക്ഷൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. 1-2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ക്ലാസ് വേണ്ടി വരും. സോ വി ക്യാൻ മൂവ് ഓൺ ടു അവർ പ്രോബ്ലം സെക്ഷൻ. സോ ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ then show that it is a rectangle. That means here ABCD is a parallelogram and having the diagonals AC and BD. We want to prove that ABCD is a rectangle. Simple. നമ്മൾ ഡെഫിനിഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററലിന് പല ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് പഠിച്ചത്? പാരലോഗ്രാം, സ്ക്വയർ, റെക്ടാങ്കിൾ, കൈറ്റ്, ട്രപ്പീസിയം, ഐസോസെലസ് ട്രപ്പീസിയം, റോംബസ്. അതിൽ ഡെഫിനിഷൻ പാരലോഗ്രത്തിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? Rectangle means a parallelogram having all angles 90 degree. അവിടെ ഞാൻ പറഞ്ഞു ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഓറുണ്ട്. എ പാരലോഗ്രാം ഹാവിങ് വൺ ആംഗിൾ 90 degree is called rectangle. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ഡെഫിനിഷൻ അല്ല. ഒരു പാരലോഗ്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റെക്ടാങ്കിൾ എന്നാണ്. കാരണം പാരലോഗ്രാം നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡുകൾ പാരലും ഈക്വലുമാണ്. റെക്ടാങ്കിളിനും ഓപ്പോസിറ്റ് സൈഡ് പാരലും ഈക്വലുമാണ് അല്ലേ? റെക്ടാങ്കിളിൻ്റെ എല്ലാ ആംഗിളും 90 degree ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റുകൾ പാരലൽ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഇനി ഓരോ ആംഗിളും 90 കൂടെ ആയാൽ എന്താവും? റെക്ടാങ്കിൾ ആവും. കാരണം ഒരു ആംഗിൾ 90 കിട്ടിക്കഴിഞ്ഞാൽ മതി, നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. സോ ഇതാണ് ABCD. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ കോൺഗ്രുവൻസ് തന്നെയാണ്. ക്വാഡ്രിലാറ്ററലായാലും സർക്കിളായാലും വേരിയസ് ഓഫ് പാരലോഗ്രാം ഏത് ചാപ്റ്റർ ആയാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ കോൺഗ്രുവൻസ് തന്നെയാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുത്താൽ മതി. ഇപ്പം തന്നെ ഞാൻ എടുക്കുന്നു ദിസ് ട്രയാങ്കിൾ ABC ആൻഡ് DCB. ഈ വലിയ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DCB. വേണമെങ്കിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഗിവൺ എഴുതാം. നമ്മൾ പ്രൂവ് ചെയ്തതല്ലേ ഗിവൺ ഇട്ട് നമ്മൾ എന്താ എഴുതിയത്? നമുക്ക് തന്നിരിക്കുന്ന ABCD is a parallelogram having, നമുക്ക് ഗിവൺ എഴുതി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിൻ്റെ ട്രയാങ്കിൾ നമുക്ക് അറിയാവുന്നതൊക്കെ നോക്കാം. Here AC equal to BD. Given the diagonals of a parallelogram are equal. AC യും BD യും diagonal ആണ്. Next, AB equal to DC. Reason. AB equal to DC. Reason. Because this is a parallelogram. Parallelogram ആണെങ്കിൽ നമ്മൾ പഠിച്ചു എന്താണ്? ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. അതുകൊണ്ട് AB യും DC ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം. Next, we have a common side BC.
So side. Therefore triangle ABC congruent triangle DCB by SSS congruence rule. നമ്മുടെ കൺക്ലൂഷൻ ആയിട്ടില്ല, നമുക്ക് കോൺഗ്രുവൻസ് അല്ല പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് ഉടനെ പറയാൻ പറ്റുന്ന കാര്യം CPCT, corresponding parts of congruent triangles are equal. So here now ഈ വലിയ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്കറിയാം, അതിൽ വരുന്ന ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. Now angle ABC which is equal to angle DCB. ഓക്കെ, അവിടെ ഇരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം ABCD ഒരു പാരലോഗ്രാം ആയാലും ആണല്ലോ തന്നിട്ടുണ്ട്. ABC ഈസ് എ പാരലോഗ്രാം. അതുകൊണ്ട് നമുക്കറിയാം AB യും DC യും പാരലാണ്, അതുപോലെ AD യും BC യും പാരലാണ്. Here AB parallel to DC and DC is a transverse. അല്ലേ? ABCD പാരലോഗ്രാം ആയതുകൊണ്ട് AB DC യും പാരലാണ്, BC എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സലാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്തുമായിരിക്കും? രണ്ട് പാരലൈനും ഒരു ട്രാൻസ്വേഴ്സിലും കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾ കോഇന്റീരിയർ ആംഗിൾസ് അല്ലേ? പാരലോഗ്രത്തിന്റെ കോഇന്റീരിയർ ആംഗിൾസിന്റെ പ്രത്യേകത എന്താ? ദേ ആർ സപ്ലിമെന്ററി. 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. സോ AD പാരലൽ ടു DC യും DC ട്രാൻസ്വേഴ്സൽ ആയതുകൊണ്ട് ആംഗിൾ ABC plus angle DCB equal to 180 dB. Co-interior angles supplementary. പാരലോഗ്രാം ആണെന്ന് തന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത് കിട്ടിയത്. This is equation 2. Equation 1 equation 2 എന്നുണ്ട്. Equation 1 ആണ് equation 1 ABC യും DCB ഈക്വൽ ആണ്. ഇവിടെ പറയുന്നത് അതിന്റെ രണ്ടിന്റെ സമ്മ് 180 ആയിരിക്കും. നമുക്ക് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നു വേണ്ട. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണ്, അതിന്റെ സമ്മ് 180 ആണെങ്കിൽ ഓരോ ആംഗിളും എത്ര വീതം വരണം? 90 ഡിഗ്രി അല്ലേ? Therefore angle ABC which is equal to angle DCB which is equal to 90 degree. നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ മതി. So ABCD is a parallelogram with one angle എന്ന് എഴുതിയാലും മതി. one angle എന്ന് എഴുതിയാലും ഓക്കെ ആണ്. one angle 90 degree. Therefore ABCD is a rectangle. റെക്ടാങ്കിൾ ആണെങ്കിൽ 4 ആംഗിളും 90 ഡിഗ്രി വരണം. കാരണം നമുക്ക് പാരലോഗ്രാം ആണെങ്കിൽ ഒരു 90 കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കോഇന്റീരിയർ എന്നറിയാം അല്ലേ? പാരലോഗ്രത്തിന്റെ കോഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് രണ്ടുകൂടെ സം ചെയ്യുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഇത് 90 ആണെങ്കിൽ എത്ര ആയേ പറ്റൂ? 90. ഇത് രണ്ടും കോഇന്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് സമ്മ 180 ആണ്. ഇവിടെ 90 കിട്ടിക്കഴിഞ്ഞാൽ 180 വരണമെങ്കിൽ ഇവിടെ 90 വരണം, അതുപോലെ ഇവിടെ 90 വരണം. അപ്പോൾ ഒരു 90 കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആംഗിളും എന്തായിരിക്കും? 90 ആയിരിക്കും. സോ റെക്ടാങ്കിൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഡെഫിനേഷനാണ് പാരലോഗ്രാം ഹാവിംഗ് വൺ ആംഗിൾ 90 ഡിഗ്രീസ് കാൾഡ് റെക്ടാങ്കിൾ. സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇത് ലാർജ് ക്വസ്റ്റ്യൻ ആണ്. 3 പാർട്ടായിട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ പ്രൂവ് ചെയ്യുന്നത് തോന്നും. ഷോ ദാറ്റ് ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ. ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ABCD is a square and their diagonal AC equal to BD. ഈ ഡയഗണൽ ഈക്വൽ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. ദെൻ ബൈസെക്ട് ഈച്ച് അതർ, അതാണ് സെക്കൻഡ് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ട് ഡയഗണലും പരസ്പരം ബൈസെക്ട് ചെയ്യുന്നത് പ്രൂവ് ചെയ്യണം. തേർഡ് വൺ ബൈസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്. ആ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾസ് 90 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അല്പം വലിയ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ ചെയ്യണം. തൊട്ടടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ്. എക്സസൈസ് 8.1 5th ക്വസ്റ്റ്യൻ. സോ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായ റിവേഴ്സ് ഉള്ളത് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മളെപ്പോഴും ട്രയാങ്കിളിൻ്റെ കോൺഫിഡൻസ് ആണ് യൂസ് ചെയ്യുന്നത്. തുടക്കമേ പറഞ്ഞു, നമുക്ക് ഒരു ക്ലാസ് തന്നെ 2-3 ക്വസ്റ്റ്യന് മാക്സിമം 3 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് 2 സെക്ഷനേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, 2 സെക്ഷനേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഐ കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ BAD. Look this ABC and BAD. In triangle ABC and triangle BAD. ഓക്കെ, 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി നോക്കാം. ഈ 2 ട്രയാങ്കിൾ നമുക്ക് എന്തൊക്കെ അറിയാം നോക്കാം. ഫസ്റ്റ് നമുക്ക് കോമൺ ആയിട്ടുള്ള ആദ്യം തന്നെ എഴുതിയേക്കാം. ABC, ഈ ട്രയാങ്കിൾ, BAD ഈ ട്രയാങ്കിൾ, 2 പേർക്കും കോമൺ ആയിട്ടാണ് AB ഉള്ളത്. AB ഈക്വൽ ടു AB കോമൺ. ഇനി ഈ ആംഗിൾ ABC which is equal to angle BAD. Reason പറയാമോ? That means this angle and this angle are equal because the figure is a square. Square means all angles are 90 degree. അതുകൊണ്ട് ഈ 2 ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ഈച്ച്. ഇനി മൂന്നാമത് പറയാൻ പറ്റൂ, ഇതൊക്കെ AD യും BC. AD equal to BC. Reason, opposite sides of a square. സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. So SAS, by SAS congruence rule, both triangles are congruent. Therefore, triangle ABC congruent to triangle BAD by SAS congruence rule. Now, ഇത് രണ്ടും കോൺഗ്രന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്ടികളാണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മളെടുത്ത ABCയുടെയും BADയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 പാർട്ടികളാണ് AC-യും BD-യും, CP CT. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, എന്താണ്? ഷോ ദാറ്റ് ഡയഗണൽ ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ. സ്ക്വയറിന്റെ ഡയഗണലുകൾ ഈക്വൽ ആണെന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ഡയഗണൽസ് പരസ്പരം ബൈസെക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് ഡയഗണൽസ് ഈക്വൽ ആണ് അല്ലേ. സ്ക്വയറിന്റെ ഡയഗണൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഡയഗണൽ ബൈസെക്ട് ചെയ്യണം. സോ ഒരു മിഡ് പോയിന്റ് ആയിട്ട് ഒന്ന് കൊടുത്തു. ഞാൻ 1-2 ആംഗിളുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് പോകുമ്പോൾ കാണാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? AC and BD bisect each other. That means O is the midpoint of the diagonal. So നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം. അപ്പോൾ പിന്നെ കൂടുതൽ എളുപ്പമായിരിക്കും ഈ ആംഗിൾസിന്റെ കാര്യം. So this is a square. Square means opposite sides are parallel and equal. We know here AB parallel to DC. സ്ക്വയർ ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. AB parallel DC and this diagonal AC is a transversal and AC is a transversal. Okay, AB parallel to DC and AC is a transversal. Then what we can say about angle 1 and 3? Angle 1 which is equal to angle 3 because they are alternate interior angles. നമുക്ക് അതുപോലെ ഒരു കാര്യം തന്നെ പറയാം. ABയും CDയും പാരലൽ ആണ്, BD എന്നുള്ള ട്രാൻസ്വേഴ്സൽ ആണ്. അങ്ങനെയാണെങ്കിൽ 2ഉം 4ഉം എന്തായിരിക്കും? ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. സെയിം വേ ആയതുകൊണ്ട് ഞാൻ സിമിലർലി എഴുതുന്നു. Similarly, angle 2 equal to angle 4. Our same reason. Don't write detailed sign in your notebook. Write the correct reason. Okay, നമുക്ക് പ്രൂഫിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഇനി നമ്മൾ ട്രയാങ്കിൾ കോൺഫിഡൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെയും ബൈസെക്ട് ചെയ്യുന്ന പ്രൂവ് ചെയ്യാൻ വേണ്ടി 2 ട്രയാങ്കിൾ എടുക്കാം. Here I can take 2 triangles, triangle AOD and BOC. These 2 triangles. Okay. In triangle
AOD and BOC. ഈ രണ്ട് ട്രയാങ്കിളിന് നമുക്ക് എന്തൊക്കെ അറിയാം നോക്കാം. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് വെച്ചു ഇല്ലേ. 1ഉം 3 ഈക്വൽ ആണെന്ന് നമുക്കറിയാം. AD equal to BC. Opposite sides of square. Okay. This AD and BC are equal. Square and opposite side equal ആണെന്ന് അറിയാം. Also നമുക്കറിയാം angle 2 equal to angle 4 നമ്മൾ പ്രൂവ് ചെയ്തു. Okay, so therefore by angle side angle. Therefore triangle AOD congruent to triangle BOC by ASA congruence rule. Okay? കണ്ടോ? മുമ്പേ നമ്മൾ ഉപയോഗിച്ച SAS ഇപ്പൊ AS ഒരു പ്രോബ്ലത്തിന് എത്ര റൂളുകളാണ് വരുന്നത്. ഇതിന്റെ തേർഡ് പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേറെ റൂളാണ് വരുന്നത്. AS കൊണ്ടാണ് നമ്മൾ തേർഡ് പാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതിന്റെ കോൺഗ്രുവൻസ് അല്ല, അത് ബൈസെക്ട് ചെയ്യാനാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇപ്പൊ കിട്ടി ഈ രണ്ട് ട്രയാങ്കിളും congruent ആണെന്ന്. രണ്ട് ട്രയാങ്കിൾ congruent ആണെങ്കിൽ their corresponding parts are equal. Therefore these two triangles are congruent. Their corresponding part OA equal to OC, CP CT, and OB equal to OD. അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് ഈ കറസ്പോണ്ടിങ് OAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള OC OBക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ODയും ഈക്വൽ ആയിരിക്കും. OA ഈക്വൽ ടു OC എന്നും OB ഈക്വൽ ടു OD എന്നും കിട്ടിയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? ഈ ഡയഗണൽ ACയും BDയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. Therefore diagonals AC and BD bisects. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തു, സ്ക്വയറിന്റെ ഡയഗണൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു, അത് പരസ്പരം ബൈസെക്ട് ചെയ്യുന്നതും പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്, ബൈസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ആംഗിൾ ഉണ്ടാവുമല്ലോ, അതാണ്ട് ഈ ആംഗിൾ അല്ലേ, അതുപോലെ 4 ആംഗിൾ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി നമുക്കല്ലേ. ഒരെണ്ണം 90 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാം കറങ്ങി 90 വരും. സോ ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസ് 90 ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന റൈറ്റ് ആംഗിൾസിലാണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ദാറ്റ് മീൻസ് ദീസ് ആംഗിൾ 90 ഡിഗ്രി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ആംഗിൾ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അടുത്തുള്ള ഒരു ട്രയാംഗിൾ ആണ് എടുക്കുന്നത്. ഇൻ ട്രയാംഗിൾ AOB ആൻഡ് ട്രയാംഗിൾ AOD നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. OB equal to OD. We just proved they bisect each other എന്ന് ഇപ്പോൾ പ്രൂവ് ചെയ്തേയുള്ളൂ. അതുകൊണ്ട് OB OD ഈക്വൽ ആണ്. AB equal to AD. AB equal to AD. ഈ രണ്ട് സൈഡും എങ്ങനെ ഈക്വൽ ആവും? This is a square. സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. All sides of square are equal. Okay, next we have a common side OA. ഇതാണ് ഏറ്റവും എളുപ്പം SSS. ബാക്കി ആംഗിൾ വെച്ച് ചെയ്യാൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. Therefore triangle AOB congruent to triangle AOD by SSS congruence rule. So ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് ഈ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ്. Now angle AOB which is equal to angle AOD CPCT. Okay. Okay. ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ട് ഈക്വൽ ആണ് CPCT. ഇനി നമുക്ക് നോക്കാം ഈ രണ്ട് ആംഗിളിന്റെ പ്രത്യേകത എന്താണ്. ദിസ് ഇസ് എ ലീനിയർ പെയർ.
അല്ലേ? ഇത് ലീനിയർ പെയറാണ്. That means also angle AOB plus angle AOD which is equal to 180 degree. അത് നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. AOBയും AODയും ലീനിയർ പെയർ ആയപ്പോൾ അതിന്റെ സമ്മ് 180 ആയിരിക്കും. ഇനി ഇക്വേഷൻ 2 എന്നിരിക്കട്ടെ. ഫ്രം ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 and 2 നോക്കി. AOB equal to AOD and AOB plus AOD equal to 180. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും കണ്ട രീതിയിൽ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണ്, അവയുടെ സമ്മ് 180 ആണെങ്കിൽ ഓരോ ആംഗിളും എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. Therefore angle AOB which is equal to angle AOD equal to 90 degree. ഒരെണ്ണം 90 ആയാൽ മതി എന്ന് പറഞ്ഞില്ല. ഒരെണ്ണം 90 ആകുമ്പോൾ ലീനിയർ പെയർ വെച്ച് ഇത് 90 ആവും, ഈ ആംഗിൾ 90 ആവും. ഈ ആംഗിൾ AOD 90 ആയതുകൊണ്ട് ലീനിയർ പെയർ വെച്ച് നെക്സ്റ്റ് ആംഗിൾ 90 ആവും, ഇതും 90 ആവും. സോ എല്ലാ ആംഗിളും 90 ആകുമ്പോൾ എന്താണ്? ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. സോ നമ്മൾ പ്രൂവ് ചെയ്തതാണ് ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ഈക്വലാണ്, പരസ്പരം ബൈസെക്ട് ചെയ്യുന്നു, അവ ബൈസെക്ട് ചെയ്ത് കിട്ടുന്ന ആംഗിൾസ് 90 ആണ്. പണ്ട് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത്, ഇപ്പൊ അത് പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഈ സെക്ഷനിൽ അടുത്ത ഹോംവർക്ക് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എക്സസൈസ് 8.1 തേർഡും 5. തേർഡ് ചെറിയ ക്വസ്റ്റ്യൻ ആണ്. 5 നമ്മളിപ്പോൾ ചെയ്ത ഇതേ ക്വസ്റ്റ്യൻ ജസ്റ്റ് റിവേഴ്സ്. സോ ഒരു ക്വാഡ്രാറ്റിന്റെ ഡയഗണൽസ് ഈക്വലും ബൈസെക്ട് ഈച്ച് അതറും റൈറ്റ് ആംഗിളും ആണെന്നാലും നമ്മൾ സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇതിന്റെ നേരെ റിവേഴ്സ് ചെയ്യുക. കേട്ടല്ലോ, നമ്മൾ ഈ ചാപ്റ്റർ അത്ര ധൃതി പിടിച്ച് പോകുന്നില്ല. എല്ലാ ലാർജ് പ്രോബ്ലംസ് ആയതുകൊണ്ട് കുറച്ച് ചെയ്ത് നമുക്ക് പോകാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇതിന്റെ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, now today we can conclude our section. We'll be see you on the next class with our next problem. Thank you.